വികസന സ്വപ്നങ്ങൾ വീണു മുളച്ചു, കഠിനമായ കർമ്മങ്ങൾ മണ്ണിൽ കലർന്നു, ഓരോ പാട് കഥയായി ഉയർന്നു. ഈ മണ്ണ് കഥകൾ പറയും, ഈ മണ്ണ് സ്വപ്നങ്ങൾ നെയ്യും. ഈസ്റ്റേളേരി തൻ മണ്ണിൽ ഒന്നായി ഒരുമയോടെ 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 മലബാർ കുടിയേറ്റ ചരിത്രവീഥികളിൽ ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിന് ശ്രദ്ധേയമായ പ്രാധാന്യമാണുള്ളത്. കറുത്ത മണ്ണിൽ കനകം വിളയിച്ച പൂർവ്വപിതാക്കന്മാരുടെ അധ്വാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ചരിത്രങ്ങളുടെ പൂർണ്ണതയാണ് ഈ മണ്ണിലെ വികസനങ്ങളുടെ അടിസ്ഥാനം. ആയിരത്തി 1952 ഈസ്റ്റേളേരിയും വെസ്റ്റേളേരിയും ചേർന്ന് ഒറ്റ പഞ്ചായത്തായി. 1956 ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നു. ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റായി ശ്രീ കെ മാധവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഒട്ടനവധി മഹത് വ്യക്തിത്വങ്ങൾ ഈ സ്ഥാനം അലങ്കരിച്ചു. 2023 മുതൽ ഈസ്റ്റേളേരി പഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ജനപിന്തുണയോടെ അഡ്വക്കേറ്റ് ജോസഫ് മുത്തൂലി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. 2023 ഏപ്രിൽ 4 ഞാൻ ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റെടുക്കുന്നത്. അന്നു മുതൽ ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവും അഴിമതിരഹിതവും ജനോപകാരപ്രദവുമായിട്ടുള്ള പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കുന്നതിന് സാധിച്ചു. 9 കോടിയോളം രൂപയാണ് റോഡ് വികസനത്തിനായി കഴിഞ്ഞ ഒരു വർഷം ചെലവഴിച്ചത്. പ്രധാനപ്പെട്ട റോഡുകൾ, ജംഗ്ഷനുകൾ, ടൗണുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് സോളാർ വഴിവിളക്കുകളും അതോടൊപ്പം മിനിമാസ്ക് ലൈറ്റുകൾ സ്ഥാപിച്ച് ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിനെ പ്രകാശപൂരിതമാക്കാൻ ഉള്ള പദ്ധതികളാണ് മറ്റു പ്രധാനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജലനിധി പദ്ധതിയും ജലജീവൻ പദ്ധതിയും പ്രതീക്ഷിച്ച ഫലം കാണാത്തതുകൊണ്ട് ചെറുകിട കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷം പദ്ധതി ചെലവുകളുടെ വിനിയോഗം 105.11%, റോഡ് മെയിൻ്റനൻസ് ഫണ്ട് 100%, നികുതിപ്പിരിവ് 100% എന്നിവയിലൂടെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ഈസ്റ്റേളേരി പഞ്ചായത്ത് ശ്രദ്ധേയമാകുന്നു. ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം പണിയുവാൻ 3.45 കോടി രൂപ അനുവദിക്കുകയും ഗോക്കടവ് അംഗൻവാടി കെട്ടിടത്തിന് 30 ലക്ഷം രൂപയും അരിയിരുത്തി അംഗൻവാടി കെട്ടിടത്തിന് 40 ലക്ഷം രൂപയും പാവൽ ST സാംസ്കാരിക നിലയം പണിയുന്നതിന് 25 ലക്ഷം രൂപയും 25-ലെ ഹെൽത്ത് സബ് സെന്റർ കെട്ടിടത്തിന്
55.5 ലക്ഷം രൂപയും കാവുന്തല ഹെൽത്ത് സബ് സെന്റർ കെട്ടിടത്തിന് 60 ലക്ഷം രൂപയും ലഭ്യമാക്കി. ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ഈസ്റ്റളേരി പഞ്ചായത്ത് മുന്നേറുകയാണ്. വീട് വീടില്ലാത്തവന്റെ ഒരു സ്വപ്നമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 92 വീടുകളും PMAY പദ്ധതിയിലൂടെ 28 വീടുകളും നൽകി 2 വർഷക്കാലത്തെ ഭരണത്തിലൂടെ ഭവനരഹിതർക്ക് സംരക്ഷണവും താങ്ങുമായി മാറിയ ഈസ്റ്റളേരിയുടെ വികസന സാരഥികൾക്ക് അഭിനന്ദനങ്ങൾ. മാറിവരുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ സാമ്പത്തിക പരാധീനതകളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു താങ്ങും തണലുമാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. 8 കോടി രൂപയുടെ പ്രതിവർഷ ചെലവാക്കലിലൂടെയും 2.75 കോടിയുടെ അടിസ്ഥാന വികസനത്തിലൂടെയും ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിന്റെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏറെ ശ്രദ്ധേയമാണ്. തൊഴിലുറപ്പിൻ്റെ പണി നല്ല രീതിയിലാണ് ഇപ്പം പോകുന്നത്. എന്ന് വെച്ചാൽ പഞ്ചായത്ത് നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ 40 തൊഴിലാളികളുണ്ട് പണിയാൻ വേണ്ടിയിട്ട്. അതിലെ ഒരു 3/4 ഭാഗത്തോളം ആൾക്കാർക്ക് 100 പണി കിട്ടിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വർഷവും നമുക്ക് നല്ല രീതിയിൽ പണി എപ്പോഴും വെച്ചാൽ 12 മണി കഴിഞ്ഞ പാടെ അടുത്ത 12 മണി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് താമസം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാ പണി ഇപ്പം നമുക്ക് 62 പണിയാണ് മൊത്തം കിട്ടിയേക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 102 റോഡുകൾ പുതിയതായി കോൺക്രീറ്റ് ചെയ്യുവാൻ 5 കോടി 10 ലക്ഷം രൂപ വകയിരുത്തി. സാധാരണ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് 5.25 കോടി രൂപ നൽകിക്കൊണ്ട് 1015 പേർക്ക് 100 തൊഴിൽ ദിനങ്ങളും 21 പേർക്ക് 200 തൊഴിൽ ദിനങ്ങളും സമ്മാനിച്ച് പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മുന്നേറുന്നു. ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 റോഡുകൾ വീതി കൂട്ടുവാനും സൈഡ് കോൺക്രീറ്റ് ചെയ്യുവാനും 12 പുതിയ കലുങ്കുകളും 6 റോഡുകളിൽ കനാലുകളും നിർമ്മിച്ച് 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിച്ചു. രണ്ടായിരത്തി 2023-24, 2024-25 വർഷങ്ങളിൽ 170 സോളാർ വഴിവിളക്കുകൾ, 14 മിനിമാസ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിച്ച് 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. മാലിന്യം നിറഞ്ഞ നാട് രോഗങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ നാടിന്റെ നന്മയ്ക്കായി കരുതലോടെ ശുചിത്വസുന്ദരമായ ഒരു ഗ്രാമത്തെ വാർത്തെടുക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ഏറെ ശ്രദ്ധ പുലർത്തുന്നു. എല്ലാ ടൗണുകളും കേന്ദ്രീകരിച്ച് അനവധി ബിന്നുകൾ സ്ഥാപിക്കുകയും വാതിൽപ്പടി സേവനങ്ങളിലൂടെ ഹരിതകർമ്മസേന മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ശുചിത്വസുന്ദരമായ ഒരു നാടിനെ സൃഷ്ടിക്കുവാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ്. കർമ്മവീഥികളിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനവും സഹായവും നൽകി പഞ്ചായത്ത് ഭരണസമിതിയും ഒപ്പം പ്രവർത്തിക്കുന്നു. ആശയങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നാടിനെ ശുചിത്വസുന്ദരമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നല്ല MCF ആണ് ഈസ്റ്റളേരി പഞ്ചായത്ത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു MCF ഞങ്ങൾക്കുണ്ട്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ എല്ലാ വാർഡുകളിലും വാതിൽപ്പടി ശേഖരണത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്. 15-ന് ശേഷം എല്ലാ വാർഡുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് തരംതിരിച്ചെടുത്ത് MCFിലെത്തിക്കും. 18-ാം തീയതി മുതൽ
ഇവിടെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ബെയിൽ ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കും. ഇഷ്ടലേരി പഞ്ചായത്തിൽ 16 വാർഡുകളുണ്ട്. ആ 16 വാർഡുകളിൽ 30 ഹരിതകർമ്മസേന അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 18-ാം തീയതി തന്നെ ഞങ്ങൾക്ക് 100% എത്തിക്കാനും സാധിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ട കെട്ടിടങ്ങളും ജലസേചന സൗകര്യങ്ങളും ഇല്ലാതെ പലവിധ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അംഗൻവാടികളെ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റുവാൻ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും നമുക്ക് സാധിച്ചു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ നൊമ്പരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഈ മണ്ണിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ഏറെ മികവാർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ പഞ്ചായത്ത് ഭരണകൂടം ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഏറെ പ്രോത്സാഹനവും സഹായവും നൽകി കാർഷിക മൃഗസംരക്ഷണ മേഖലയെ വളർത്തിയെടുക്കുവാനും കർഷകർക്ക് വിവിധ സബ്സിഡികളും സഹായങ്ങളും നൽകി വരികയും ചെയ്യുന്നു. ഇവിടെ ഏകദേശം 35 പശുക്കളും പിന്നെ ഒരു 10-15 കിടാവുകളും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 50ഓളം മൃഗങ്ങളുണ്ട്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഫാം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും മിൽമയുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് സബ്സിഡികളും ഈ ചാണക ഷെഡ് ഉണ്ടാക്കാനും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാനുള്ള സബ്സിഡികളൊക്കെ കിട്ടുകയും അതിൻ്റെ സഹായമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഒരു തുടക്കത്തിൽ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, സ്മെല്ല് ചാണകത്തിനും മൂത്രത്തിനും സ്മെല്ല് വന്നപ്പോൾ പരാതി ഉയർന്നു വരികയും അപ്പോൾ പഞ്ചായത്ത് ന്യായമായ രീതിയിൽ വന്ന് അതിൻ്റെ മാനദണ്ഡം കാണിച്ച് നോട്ടീസ് തരികയും ചെയ്തു. നമ്മൾ കൃത്യമായിട്ട് അതേ പ്രകാരം ചെയ്തപ്പോൾ ഇപ്പോൾ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പഞ്ചായത്തൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നേ സഞ്ചരിച്ച ഈ മണ്ണിനെ മനോഹരമാക്കി തീർത്ത ജീവിതത്തിൻ്റെ സായാഹ്ന നിമിഷങ്ങളിൽ എത്തി നിൽക്കുന്ന വയോജനങ്ങളോടൊപ്പം കരുതലോടെ ചേർന്നിരിക്കുവാൻ, തണലാകുവാൻ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഗോത്രജീവിതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഈ മണ്ണിനെ തനിമയോടെ സുന്ദരമാക്കുന്നു. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒട്ടനവധി ഉന്നതികൾ നിറഞ്ഞ ഈസ്റ്റളേരി ലഭ്യമായ ആനുകൂല്യങ്ങളെ പ്രയോജനമാർന്ന രീതിയിൽ അർഹതപ്പെട്ട സഹോദരങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്നും കർമ്മനിരതമാണ്. ഞങ്ങളുടെ ഊരിൻ്റെ പേര് കോളിത്തട്ട്. ഞങ്ങൾ ഇവിടെ 13 വീട്ടുകാരുണ്ട് താമസിക്കുന്നു. ഇവിടെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും പഞ്ചായത്തിൻ്റെ കീഴിലുമായിട്ട് വീട് പൂർത്തീകരിച്ച് നല്ലൊരു വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടുകൾക്ക്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനങ്ങൾ ഉണ്ട്. പഞ്ചായത്തിൽ നിന്നും സാമ്പത്തികമായി മികച്ച സേവനങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സ്ത്രീയുടെ പ്രവർത്തനം നന്നായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 12 അംഗങ്ങളുണ്ട്. ഞങ്ങൾ ചെറിയൊരു കടയുണ്ട്. ഞങ്ങൾക്ക് പഞ്ചായത്ത് പൈസ കിട്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്. നമ്മളിവിടെ കർണാടക ഫോറസ്റ്റിൻ്റെ സൈഡത്താണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ ഇവിടെ മറ്റു ആനകളും മറ്റു മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ കറണ്ട് വേലി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സഹായങ്ങൾ നൽകുവാനും പഞ്ചായത്ത് ഭരണകൂടം ഏറെ ശ്രദ്ധിക്കുന്നു. വനാതിർത്തികളിൽ അധിവസിക്കുന്നവരെ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ സോളാർ വേലികൾ കെട്ടുകയും അടിസ്ഥാന സൗകര്യങ്ങളും റോഡ് ഗതാഗത സൗകര്യങ്ങളും നിർമ്മിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കരുതലായി, കാവലായി എന്നും ഒപ്പം ചേർന്ന് നിൽക്കുന്നു. വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകളെ
ഏറെ പ്രോത്സാഹനം നൽകി പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തൻ ഉണർവുകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടത്തിനായി 3.45 കോടി രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനം അതിവേഗം മുന്നേറുകയും ചെയ്യുന്നു. ഈസ്റ്റ് എളേരിയുടെ ആരോഗ്യ മേഖലയിൽ വികസനത്തിന്റെ ചരിത്രം കുറിച്ചുകൊണ്ട് പുതിയ ഹെൽത്ത് സബ് സെന്ററിന്റെ ഉദ്ഘാടനം 2025 ഒക്ടോബർ 29 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ മുൻപൊന്നും കാണാൻ കഴിയാത്തത്ര വലിയ ഒരു മുന്നേറ്റം ഈ കാലയളവിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചിറ്റാരിക്കാൽ FHSCക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പുതിയ കെട്ടിടം ഇതിന്റെ പിൻഭാഗത്ത് 3.45 കോടി രൂപ മുടക്കിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ജനോപകാരപ്രദമായ സേവനങ്ങൾ തികച്ചും സൗജന്യമായി നൽകിക്കൊണ്ട് ആരോഗ്യ മേഖലകളിൽ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പുകളും മികച്ച സേവനങ്ങളും നൽകി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടി ഈസ്റ്റ് എളേരിയിലെ ആരോഗ്യ മേഖല ജനശ്രദ്ധ നേടുന്നു. നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഏകദേശം ഒരു 60 വർഷത്തോളമായി ഇപ്പം സാധാരണ ജനങ്ങൾക്ക് സേവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഏകദേശം 4 ഡോക്ടർമാരുണ്ട്. രാവിലെ OP ഉണ്ട്, ഉച്ചകഴിഞ്ഞ് OP ഉണ്ട്. അവധി ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, സൺഡേ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പം ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി എല്ലാ ടെസ്റ്റുകളും ഫ്രീ ആയിട്ടാണ് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. അത് കേരളത്തിൽ തന്നെ വേറൊരു ഹോസ്പിറ്റലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ പഞ്ചായത്തിൽ മാത്രമാണ് നമ്മുടെ പഞ്ചായത്തുകാർ അത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ലാബ് എല്ലാ ദിവസങ്ങളിലും തന്നെ വൈകിട്ട് വരെ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പാലിയേറ്റീവ് സെക്ഷനുണ്ട്, നമുക്ക് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്. ഫിസിയോതെറാപ്പി യൂണിറ്റ് പാലിയേറ്റീവ് സെക്ഷൻ്റെ കൂടെ തന്നെ വീടുകളിലും പോകാറുണ്ട്. കിടപ്പ് രോഗികൾക്ക് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ മരുന്നിൻ്റെ ലഭ്യത കുറവൊന്നുമില്ല. എല്ലാവർക്കും തന്നെ കൃത്യമായിട്ടുള്ള സേവനങ്ങൾ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, നമുക്ക് പുതിയ കെട്ടിടം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിലാണത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴുള്ള സേവനങ്ങളെക്കാട്ടിലും സൗകര്യങ്ങളെക്കാട്ടിലും കൂടുതൽ കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട്. പിന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്തുമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 8 സബ് സെൻ്ററാണുള്ളത്. ആ സബ് സെൻ്ററുകളെല്ലാം തന്നെ NGOസിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 സെൻ്ററുകൾ ഇപ്പം NGOസിൻ്റെ ഡിസ്ട്രിക്ട് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്റ്റേറ്റ് അസസ്മെൻറ്റിലേക്ക് പോവുകയാണ്. ലോകം അതിവേഗം മാറ്റങ്ങളിലൂടെ പ്രയാണം ചെയ്യുകയാണ്. അറിവും കഴിവുമുള്ള ഒരു പുത്തൻ തലമുറ നമ്മോടൊപ്പം വളർന്നു വരുന്നു. ഈ മണ്ണിന്റെ സുന്ദരമായ ഭാവിയിൽ ചരിത്രം കുറിക്കേണ്ട നാളെയുടെ പ്രതീക്ഷകളാണ് ഓരോ വിദ്യാർത്ഥികളും. അക്ഷരങ്ങളുടെ, അറിവിൻ്റെ, വായനയുടെ ലോകത്തേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ നാം തയ്യാറാകണം. പഞ്ചായത്ത് തലത്തിൽ വായനാ ചാലഞ്ചും വിവിധ മേഖലകളിൽ പരിശീലനവും നാടിൻ്റെ പാരമ്പര്യവും പൈതൃകവും മനസ്സിലാക്കുവാൻ അറിയാം ഈസ്റ്റ് എളേരി എന്ന പേരിൽ പഠനയാത്രകളും സംഘടിപ്പിക്കുന്നു. കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രോത്സാഹനവും സഹായവും നൽകി ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കൊപ്പം നിലകൊള്ളുന്നു. ജലസേചന സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ തന്നെ
ഒട്ടനവധി ചെറുകിട ജലസേചന സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നു. സാമൂഹിക പങ്കാളിത്തത്തോടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ. വനിതകളെ സ്വയം സഹായ ലക്ഷ്യമുള്ള ത്രിതല സമൂഹങ്ങളായി സംഘടിപ്പിച്ച് ലഭ്യമായ ആശയവിഭവ സ്രോതസ്സുകളുടെ ആവശ്യാധിഷ്ഠിത സമന്വയത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ കേവല ദാരിദ്ര്യ സമസ്ത പ്രകടിത ഭാവങ്ങളെ വരുന്ന ഒരു ദശകത്തിനുള്ളിൽ ഉന്മൂലനം ചെയ്യുവാനുള്ള നൂതന ഏകോപിത സാമൂഹ്യാധിഷ്ഠിത സമഗ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന സമീപനത്തിലൂടെ വിവിധങ്ങളായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചും പുത്തൻ ചെറുകിട സംരംഭങ്ങൾ നടപ്പിലാക്കിയും സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ സംവിധാനങ്ങളായി കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിൽ മികവുറ്റതായി മുന്നേറുന്നു. ഒരു നാടിൻ്റെ വികസനങ്ങളുടെ മുഖമാണ് റോഡുകൾ. അഭിമാനത്തോടുകൂടി ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൽ മെച്ചപ്പെട്ട റോഡുകൾ കാണാം. വികസനത്തിൻ്റെ പാതയിൽ ചരിത്രം കുറിക്കുവാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്കും അവരെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന അംഗീകാരങ്ങളും ആദരവുകളും ഏറ്റുവാങ്ങി മികച്ച പഞ്ചായത്ത് ഭരണ സംവിധാനവും പ്രവർത്തനങ്ങളുമായി ജനശ്രദ്ധ നേടുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നത് ഏറെ അഭിമാനം. ജില്ലാ ആസൂത്രണ സമിതിയുടെ പുരസ്കാരം, ജില്ലാ പഞ്ചായത്ത് അസോസിയേഷന്റെ പുരസ്കാരം, സംസ്ഥാന പഞ്ചായത്ത് അസോസിയേഷന്റെ പുരസ്കാരം, KPCCയുടെ ആദരവ് എന്നിവയിലൂടെ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധ നേടുന്നു. രണ്ടായിരത്തി 25-26 സാമ്പത്തിക വർഷം 50 പുതിയ റോഡുകളുടെ ടാറിങ്ങിനും കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾക്കും 2,50,00,000 രൂപ, റോഡ് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്ക് 4,31,00,000 രൂപ, റോഡ് വീതി കൂട്ടൽ, കോൺക്രീറ്റ്, കലുങ്കുകൾ, ഓടകളുടെ നിർമ്മാണം എന്നിവയ്ക്കായി 1,20,00,000 രൂപ, പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ 10 മിനി മാസ്റ്റ് ലൈറ്റുകൾ, 70 സോളാർ വഴിവിളക്കുകൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലകളിൽ 60 ലക്ഷം രൂപയുടെ കൈത്താങ്, വനിതകളുടെ സ്വയംതൊഴിൽ സംരംഭങ്ങൾക്ക് സഹായം, വനിതാ ക്ലബ്ബുകളുടെ രൂപീകരണവും ചിറ്റാരിക്കാൽ വനിതാ ജിംനേഷ്യവും ചിറ്റാരിക്കാൽ ആയുർവേദ സബ് സെന്ററും സിദ്ധ ആയുർവേദ സെന്ററും, ഉന്നതികളിലും പൊതുസ്ഥലങ്ങളിലും ചെറുകിട ജലസേചന പദ്ധതികൾക്ക് 25 ലക്ഷം രൂപയുടെ സഹായം, അറക്കത്തട്ട് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ 40 ലക്ഷം രൂപ, ചിറ്റാരിക്കാൽ കുളിനീർ, പാലച്ചാൽ തട്ട് കാവുന്തല, എക്കൽ തയ്യേനി, കണ്ണിവയൽ നിരത്തുംതട്ട്, ഗോക്കടവ് വെള്ളടുക്കം, ഗോക്കടവ് ഉദയപുരം, 25 മല്ലുകുന്ന്, മലാങ്കടവ് ചാവറഗിരി, മണ്ഡപം കടുമേനി, മണ്ഡപം മേലഞ്ചേരി ഉൾപ്പെടെ നിരവധി റോഡുകൾ വീതി കൂട്ടി കോൺക്രീറ്റ് എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈസ്റ്റ് എളേരി പഞ്ചായത്ത് വികസന പാതയിൽ മുന്നേറുകയാണ്. പാലാവയൽ അംഗൻവാടിക്ക് 42.69 ലക്ഷം രൂപയും അത്തിയടുക്കം അംഗൻവാടിക്ക് 48 ലക്ഷം രൂപയും ലഭ്യമാക്കി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് 30 ലക്ഷം രൂപ ലഭ്യമാക്കി. വികസനത്തിന്റെ പാതയിൽ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിന് അഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ഭരണം സമ്മാനിച്ച അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നേതൃത്വം നൽകുന്ന പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് അഭിനന്ദനങ്ങൾ.
കാലം അടയാളപ്പെടുത്തിയ വികസനത്തിൻ്റെ അംഗീകാരങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കും അഭിമാനിക്കാം.